ഞായറാഴ്ചയല്ലേ, ഒരു ഒഴിവ് ദിവസമല്ലേ എന്നൊക്കെ വിചാരിച്ച് മൂടി പൊതിച്ച് കിടന്നുറങ്ങിയിരുന്ന അച്ഛനും പൊന്നുവിനൊക്കെ ഞാൻ വിളിച്ച് നീപ്പിച്ചിട്ട് ഇത് അമ്പലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടാളും പിന്നെ ചീത്തയൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും അമ്പലത്തേക്ക് പോന്നിട്ടുണ്ട്. ഇതിവിടെ നാട്ടിലുള്ള അമ്പലമാട്ടോ, ഈ ഒരു ചീനിച്ചോടാണ്, ഋഷിപുത്തൂർ ക്ഷേത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ അമ്പലത്തിലാക്കേണ്ടത് നമുക്ക് ഞാൻ ഒരു വീഡിയോ ആക്കിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടോട്ടെ വിചാരിച്ചു. അത് പിന്നെ അന്ന് നല്ല തിരക്കായിരുന്നു. അപ്പോൾ അമ്പലം മൊത്തമായിട്ട് കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. നല്ല ഭംഗിയാണ് കേട്ടോ ഈ അമ്പലം കാണാൻ. പാടത്താണ് അമ്പലം, അതുകൊണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ട് നല്ല പച്ചപ്പും വെള്ളമൊക്കെ നിറഞ്ഞ് നാലുപുറം വെള്ളമൊക്കെ നിറഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് തൊഴുതിട്ട് അങ്ങനെ പോരുകയാണ് കേട്ടോ, ഞാനും പൊന്നും അച്ഛൻ കൂടി. പിന്നെ ഒരു അമ്പലം കൂടി ഉണ്ട്, ആ അമ്പലത്തിൽ കൂടിയും പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ഇങ്ങനെ പോകുന്നതാണ്. ഇവിടെ നല്ലൊരു അമ്പലക്കുളം ഉണ്ട് കേട്ടോ. അതിൽ അമ്പലമൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അമ്പലമൊന്നും ഇല്ല കേട്ടോ, അമ്പലമൊന്നും ഇരിഞ്ഞിട്ടൊന്നും കാണാനില്ല. അമ്പലക്കുളമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് നേരെ ഇങ്ങനെ പാടത്തിൽ കൂടെ നടന്നു. ഇവിടെ നല്ല വലിയൊരു തോടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് തോടൊക്കെ കാണാൻ. അങ്ങനെ തോടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ശിവൻ്റെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ തൊഴാൻ വന്ന മിക്ക ആൾക്കാരും നമ്മൾ ശിവൻ്റെ അമ്പലത്തിലും വന്ന് തൊഴുതിട്ടാണ് കേട്ടോ പോവുക. ഒരൊറ്റ അമ്പലത്തിലായിട്ട് വന്നിട്ട് ആരും തൊഴുതു പോകലില്ല, എല്ലാവരും ഇവിടെയും വന്ന് തൊഴുതിട്ടാണ് പോവുക. അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ പുല്ലൊക്കെ ചെത്തിക്കൊണ്ടിരിക്കുന്നത്, നാലുപുറം മഴയൊക്കെ പെയ്ത കാരണം പുല്ലൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ നിന്ന് ചെത്തിയിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കോൺക്രീറ്റ് ഇട്ടതുകൊണ്ട് പിന്നെ നടക്കുന്ന വഴിയിലൊക്കെ നല്ല സുഖമായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ട് ഒരു കുളം. ഈ കുളത്തിലാണെങ്കിൽ നല്ല പായലൊക്കെ നിറഞ്ഞിട്ടേ ആകെ കാണുമ്പോൾ വെള്ളവും പായലൊക്കെ വേറെ വേറെ കാണാൻ പ്രയാസമാണ്. കാട് പിടിച്ചിട്ടുണ്ട്, മഴയൊക്കെ പെയ്തതിൻ്റെ ശേഷം അങ്ങ് പൊന്തൊക്കെ പിടിച്ച് കാടൊക്കെ ആയിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് റെസിപ്റ്റൊക്കെ ആക്കണ്ടേ, വഴിപാടൊക്കെ കഴിക്കണം. അങ്ങനെ റെസിപ്റ്റൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ റെസിപ്റ്റ് എഴുതുമ്പോൾ പേരും നാളൊക്കെ പറഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ റെസിപ്റ്റൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിൽ കയറിയിട്ട് അവിടെയൊക്കെ തൊഴുതിട്ട് നേരെ താഴത്ത് ഇറങ്ങി. അവിടെ അയ്യപ്പൻ്റെ അമ്പലം ആണ് ഈ കാണിക്കുന്നത്, അയ്യപ്പൻ്റെ അമ്പലമാണ് പൊന്ന നടന്നു വരുന്ന ഭാഗം. അവിടെ അയ്യപ്പനൊക്കെ തൊഴുതതിൻ്റെ ശേഷം ഞങ്ങൾ പിന്നെ ഇങ്ങനെ നടന്നിട്ട് നേരെ വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഈ അമ്പലമൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. കണ്ടോ, പാടവും പാടത്തിൻ്റെ അടുത്തുള്ള പച്ചപ്പും പിന്നെ അവിടെ നല്ല ഭംഗിയുള്ള കണ്ടോ മഞ്ഞ പൂക്കളൊക്കെ കാണാം. അതേ വഴിയുടെ രണ്ട് സൈഡിലും ഇങ്ങനെ പുല്ലൊക്കെ ഇടയിൽ ഈ പൂവ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. പൂവിൻ്റെ പേരെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ആ പൂവൊക്കെ എന്നിട്ട് അച്ചു കുറച്ചൊക്കെ പൂവൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് നോക്കിയാൽ കാണാൻ നല്ല ഭംഗിയില്ലേ, പാടത്തുനിന്ന് അമ്പലം ഇങ്ങനെ വിട്ട് കാണാൻ. അപ്പോൾ കണ്ടപ്പോൾ നല്ല രസം തോന്നി. ഇപ്പോൾ ഞാനിങ്ങനെ കാണിച്ചു തന്നതാണ്. രാവിലെ നല്ല മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് ഞങ്ങൾ തൊഴുതിട്ട് അങ്ങനെ ഇതാ പോരുകയാണ്. അങ്ങനെ ഞാൻ അച്ചും പൊന്നും പോകുന്നുകൊണ്ടിരിക്കുക. നല്ല വെയിലാണ്, മുഖത്തേക്കാണ് വെയിലടിക്കണം. അപ്പോൾ മുഖം ചുളിച്ചുകൊണ്ട് വർത്താനം പറയുന്നത് അതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളങ്ങനെ പാടത്ത് കൂടെ അങ്ങനെ നടന്ന് അങ്ങനെ പോകുന്നു, കുറേ വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് അച്ചു പൊന്നുവിനെ ഇവിടെ ഡിസൈൻ ചെയ്യാണ് കേട്ടോ. ആ മഞ്ഞപ്പൂവേറ്റ് നല്ല പൂക്കളൊക്കെ തലയിൽ വെച്ച് കൊടുത്തിട്ട് നല്ല ഭംഗിയിലാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പൊന്നു അത് ക്ഷമയോടെ നിൽക്കണം, അതൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഫോട്ടോ എടുത്തപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. അങ്ങനെ ഞങ്ങൾ മൂന്നാളും ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ ഇതാ പോന്നു വീട്ടിലേക്ക്. കുറേ മഞ്ഞപ്പൂക്കളും കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് പോരുമ്പോൾ നമ്മൾ മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവും. അതുവരെ ഉണ്ടായിരുന്ന ടെൻഷനൊക്കെ ഒന്ന് ഇറക്കി വെച്ച പോലെയൊക്കെ തോന്നും. അങ്ങനെ ഞങ്ങളങ്ങനെ നടന്ന് അങ്ങനെ പോയിട്ട് ഈ അമ്പലത്തിൽ നിന്നാണ് ആദ്യം ഞങ്ങൾ അങ്ങോട്ട് പോയതുണ്ടായിരുന്നത്. ഇനി നല്ല ഭംഗിയുള്ളൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം കേട്ടോ. ഈ പാടത്തൊക്കെ കുഞ്ഞു കുഞ്ഞു മീനുകൾ ഈ തോട്ടിക്കൊക്കെ ഇറങ്ങിയിട്ട് കണ്ടില്ലേ, ചെറിയ ചെറിയ മീനുകളൊക്കെ കാണാണ്ട്. അച്ഛനോട് ഞാൻ പറയും നല്ല മീനൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ. പച്ചറി ഇവിടെയൊക്കെ വീട് വെച്ചാൽ മതിയായിരുന്നു, നമുക്ക് നല്ല സുഖമല്ലേ ഇവിടെ. അപ്പോൾ രണ്ടാൾ എന്നോട് എന്താ പറയണതെന്ന് അറിയോ, നിങ്ങൾക്ക് സുഖമാണ്, ഞങ്ങളൊന്നും വിളിച്ച് മേപ്പിക്കാതെ എന്ന് അമ്പലത്തേക്ക് ഒറ്റയ്ക്ക് വരാമല്ലോ. അങ്ങനെ അതൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ഇങ്ങനെ പോരുകയാണ് കേട്ടോ. ഇനി വേറെ രസം കൂടി ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെയൊക്കെ പാടാണ്, പാടത്തൊക്കെ നിറയെ വെള്ളമാണ്. കൃഷ്ണഗിരിയിലൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കണതാണ്, എന്ത് രസമാണില്ലേ. ഓണക്കാലൊക്കെ ആവാനായില്ലേ, പൂക്കളൊക്കെ ഇടുന്ന സമയമൊക്കെ ആവാനായില്ലേ. ഈ അതൊക്കെ പാടാണ്. ഈ പാടത്തൊക്കെ നിറയെ പന്തൊക്കെ കളിച്ചിരുന്ന സ്ഥലമാണ്. അതൊക്കെ വളവിന് കണ്ട ഒരു കുഞ്ഞ് ഇടവഴി കണ്ടില്ലേ. ഇതിനെ പോയിട്ടുണ്ടെങ്കിൽ വേഗം റോട്ടിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന വഴി പോണ വഴി രണ്ടും രണ്ടാണ്.
ഇതൊക്കെ കുട്ടിക്കാലത്തിൽ ഇടവഴികളായിരുന്നു കൂടുതൽ റോഡിനേക്കാളിലൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഇടവഴികളിൽ കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ നമ്മളെ പഴയ കാലമൊക്കെ ഓർമ്മ വരും. അങ്ങനെ നടന്ന് ഞങ്ങൾ റോട്ടിലെത്തിയിട്ടോ. റോട്ടിലെത്തി കുറച്ച് നേരമൊക്കെ നിന്നിട്ട് ബസ്സൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ബസ്സിലൊക്കെ കയറിയിട്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടിലെ അമ്പലമൊക്കെ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്തോളൂ കേട്ടോ.